ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പഴയ നിയമ ശുശ്രൂഷയും പുതിയ നിയമ ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. പഴയ നിയമത്തിലെ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താഴെ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് കാണുമ്പോൾ മോശയുടെ കോപം അവർക്ക് നേരെ ജ്വലിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അന്ന് ഏകദേശം 3000 പേരെ അവിടെ വീഴുന്നതായിട്ട് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യത്തിൽ, നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ വാൾ അരയ്ക്ക് കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താൻ്റെ സഹോദരനെയും താന്താൻ്റെ സ്നേഹിതനെയും താന്താൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളവിൻ എന്നിങ്ങനെ ഇസ്രായേലിന് ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് ഏകദേശം 3000 പേർ വീണു. അപ്പോൾ ദൈവം മോശയോട് ആ പർവ്വതത്തിൽ വെച്ച് പറഞ്ഞതാണ്, ഞാൻ ഈ ജനത്തിനോട് ക്ഷമിക്കുന്നു എന്ന്. അപ്പോൾ ദൈവം ക്ഷമിച്ച ജനമാണ്. പക്ഷേ താഴേക്ക് ഇറങ്ങി വന്ന മോശ ആ ദേഷ്യത്തിൽ അവരെ കൊന്നുകളയാനായിട്ട് ഇടയായിത്തീർന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ാം അധ്യായം 41-ാം വാക്യത്തിൽ, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അല്ലേ, മാളിക മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന പത്രോസ് അപ്പോസ്തലന്മാരുടെ കൂടെ ഇറങ്ങി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനം മുഴുവൻ അവരെ പരിഹസിച്ചു. ഇവർ പുതുവീഞ്ഞ് കുടിച്ച് മത്തരായവരാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ പത്രോസിൻ്റെ ഒരു പ്രസംഗത്തിലെ 3000-ഓളം പേർ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അതാണ് പഴയ നിയമ ശുശ്രൂഷയും പുതിയ നിയമ ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമത്തിൽ അത് മരണത്തിൻ്റെ ശുശ്രൂഷയാണെങ്കിൽ പുതിയ നിയമത്തിൽ അത് ജീവൻ്റെ ശുശ്രൂഷയായിട്ട് മാറുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.